മതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് ചാനലുകളിൽ കയറിയിരുന്ന് വിമർശിക്കുന്നതെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അല്പമാത്രം അറിവുള്ളവർ പണ്ഡിതരെ പരിഹസിക്കുന്നത് ലോകം നേരിടുമെന്നും കാന്തപുരം പറഞ്ഞു. ഏത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും തങ്ങളെ അടിച്ചമർത്താൻ നോക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിലില്ല. ഓരോ മതസ്ഥർക്കും ഭരണഘടന സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ വിവേചനവുമായി ആരു കടന്നുവന്നാലും ആർക്കും നിലനിൽപ്പുണ്ടാവില്ലെന്ന് കാന്തപുരം പറഞ്ഞു. മതത്തെക്കുറിച്ച് അറിവുള്ളവർ പറയട്ടെ, അല്ലാത്തവർ അവരവരുടെ പണിയെടുക്കട്ടെ എന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും രണ്ടു വാക്ക് പറയാൻ പഠിച്ചതുകൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും തങ്ങളെ അടിച്ചമർത്താൻ നോക്കേണ്ടെന്ന് എ.പി. അബൂബക്കർ മുസ്ലിയാർ. കോഴിക്കോട് നടന്ന മിലാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും, സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും രണ്ടു വാക്ക് പറയാൻ പഠിച്ചതുകൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും, സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തിന്റെ പേരിൽ തന്റെ കോലം കത്തിച്ചവരോട് അശേഷം പരിഭവമില്ലെന്നും കാന്തപുരം പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഫോട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരത്തിൽ കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിന് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവനായാലും. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മീലാദ് സമ്മേളനത്തിൽ 14 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിത പ്രതിനിധികൾ പങ്കെടുത്തു. തുണീഷ്യയിലെ സൈത്തൂന സർവകലാശാലയിലെ ഡോക്ടർ മുഹമ്മദ് മുസ്തഫിയായിരുന്നു മുഖ്യാതിഥി. തുടർന്ന് ഖവാലിയും അരങ്ങേറി. മീഡിയ 1 കോഴിക്കോട്.